ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീനി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ബീഫ് കൊണ്ടുണ്ടാക്കുന്ന ബീഫ് ചില്ലിയുടെ റെസിപ്പിയും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയും കർക്കിടക മാസവും ഒക്കെയാണ്, അതുകൊണ്ട് തന്നെ നല്ല ബീഫും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ സാധാരണ ഞായറാഴ്ചകളിലാണ് ഞങ്ങൾക്ക് ഇവിടെ നല്ല ബീഫ് കിട്ടാറുള്ളത്. ഞായറാഴ്ചകളിലാണ് കേട്ടോ ഞങ്ങൾ ബീഫ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് കിട്ടിയ ബീഫ് നെയ്യൊന്നും ഇല്ലാത്ത നല്ല ഒറ്റ കഷ്ണം ഇറച്ചിയായിരുന്നു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഇതുകൊണ്ട് ബീഫ് ചില്ലി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അതുണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ ചെയ്തതാണ്. സാധാരണ ബീഫ് വാങ്ങിച്ചൊന്നുമില്ലെങ്കിൽ വരട്ടും അങ്ങനെ എന്തെങ്കിലുമാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ നമുക്ക് ബീഫ് ചില്ലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഈ ബീഫ് നെയ്യില്ലാത്ത ബീഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ പീസും ആയതുകൊണ്ട് ചെറിയ പീസായിട്ട് നമുക്കിതൊന്ന് വെട്ടിയെടുക്കണം. നീളത്തിൽ ചെറിയ ചെറിയ കനം കുറഞ്ഞ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അതേപോലെ ഒന്ന് ബീഫൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്, കത്രിക വെച്ചിട്ടൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. നമുക്ക് ചില്ലി പീസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബീഫ് വാങ്ങുമ്പോൾ കടയിൽ നിന്ന് അവരും ചെയ്തു തരും കേട്ടോ. പക്ഷേ ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടല്ലേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്, അതുകൊണ്ട് ഇങ്ങനെ ഒറ്റ പീസായിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോളാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാ നമുക്ക് 1 കിലോ ബീഫ് ഇത്രയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴുകി നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് കഴുകി ഞാനത് എടുത്ത് വന്നിട്ടുണ്ട്. മൺചട്ടിയിലാണ് കേട്ടോ, അതും വിറകടുപ്പിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഈ ബീഫൊക്കെ ആകുമ്പോൾ എനിക്ക് വിറകടുപ്പിൽ വെച്ചാലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. മീറ്റ് എന്താണെങ്കിലും വിറകടുപ്പിൽ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വേറെ മസാലകളോ വേറെ ഒന്നും ഇപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, നമ്മൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 സാധനങ്ങളിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ബീഫൊന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 2-2.5 സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കോൺഫ്ലവറിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കളറിന് ആവശ്യമായിട്ടുള്ള ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അധികം ആവാൻ പാടില്ല, നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ചേർത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടി, പിന്നെ 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ചില്ലി പൗഡർ കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകമാണ്. ഒരു 1/4 സ്പൂണോ അല്ലെങ്കിൽ ഒരു 1/2 സ്പൂണോ വലിയ ജീരകം ചേർത്താൽ മതി. വലിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഗരം മസാലയും ചേർത്ത് കൊടുക്കണം, അതുപോലെ മീറ്റ് മസാല, ഇറച്ചി മസാലയും കൂടെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ബീഫും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കേണ്ടതില്ല കേട്ടോ, നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഇനി നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ബീഫ് വെന്ത മസാലയിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടായിരിക്കും. അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ആ മസാലയൊക്കെ ഒന്ന് കോട്ടിങ് അതിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളിത് നന്നായിട്ടൊന്ന് മസാല പുരട്ടി എടുക്കുമ്പം നനവ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് ഈ സമയത്ത് ഒരു 2 സ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഒന്ന് മസാല ഒന്ന് ചെറിയൊരു നനവിൽ കിട്ടാൻ വേണ്ടി മാത്രം ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും, നിങ്ങൾക്കത് ഉപകാരപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ അതൊക്കെ ഒന്ന് റെസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തവിടെണ്ണയാണ് കേട്ടോ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി കുറേ സമയത്ത് വറുക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് വെന്ത ബീഫ് ആയതുകൊണ്ട് തന്നെ പിന്നെ കോൺഫ്ലവറൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് വറുത്തെടുക്കുക.
അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും, ഉള്ളാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതൊന്ന് വറുത്തെടുത്തിട്ടുണ്ടേ. കരിഞ്ഞു പോവാതെ എന്തായാലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബീഫ് ചില്ലിക്ക് നമ്മളെ നല്ല ടേസ്റ്റൊന്നും കിട്ടില്ല, കരിഞ്ഞ ചൊവയൊക്കെ വന്നു പോകും. ഞാനിതാ ഇതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ, ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴേക്കും തന്നെ നമ്മുടെ ബീഫ് പുറം ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് മഴ? ഞങ്ങൾക്കിവിടെ വയനാട്ടിൽ നല്ല മഴയായിരുന്നു കേട്ടോ. ഒരു മാസമായിട്ട് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അത്യാവശ്യം ഒരു 2 മണിക്കൂറോളം നല്ല വെയിൽ കിട്ടി കേട്ടോ. അപ്പോൾ കുറേ തുണികൾ അലക്കാനും ഉണക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതും നടന്നു ഇതും നടന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് മഴക്കാലം? എങ്ങനെയാണ് മഴ പെയ്യുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇങ്ങനെ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും മാറി മാറി വരും. ഒന്നരാടേ കുട്ടികൾക്ക് സ്കൂളുള്ളൂ. അങ്ങനെയൊക്കെ അവധികളും ഒക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ ഒന്ന് വറുത്ത് ഞാൻ കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട്. നല്ല പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ ഒന്നിനോടൊന്ന് അങ്ങനെ കട്ട പിടിച്ചിട്ടൊന്നുമില്ല, വേറെ വേറെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഞാൻ ലാസ്റ്റത്തെ ആ ഒരു ഇതും കൂടെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൺചട്ടിയാണ് കേട്ടോ. മൺചട്ടി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. മൺചട്ടി അല്ലെങ്കിൽ ഫ്രൈ പാനോ എന്തെങ്കിലും ആയാലും മതി കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള ആ എണ്ണയിൽ നിന്ന് ഞാൻ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർക്കുന്നവർക്ക് അത് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഈ വറുക്കാൻ ഉപയോഗിച്ച എണ്ണ തന്നെ ആണെങ്കിലും അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് അധികം എരിവ് പറ്റില്ല, എരിവ് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 or 3 ഒക്കെ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് തിന്നണ്ടോണ്ട് ഞാൻ എരിവ് കുറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ച് ചേർത്തിട്ടാണ് ഉള്ളത്. തൊലിയോ ഒഴിവാക്കി ചെറുതായിട്ട് അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ്. അപ്പോൾ ഇനി ഇത് 3 നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ തേങ്ങാക്കൊത്താണ് കേട്ടോ. ഇതിൽ തേങ്ങാക്കൊത്ത് സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റുള്ള സാധനങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക കേട്ടോ. അതാണ് അതിൻ്റെ രുചിക്ക് വ്യത്യാസം വരുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഈ കൂട്ടുകളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വറുത്ത എണ്ണയിലായതുകൊണ്ട് അതിൻ്റെ ഒരു മഞ്ഞ കളർ പിടിച്ചതുകൊണ്ടാണ് കേട്ടോ അതറിയാത്തത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും പിന്നെ നമ്മുടെ വറ്റൽമുളകുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഞാൻ വീഡിയോ എടുത്തപ്പം വിട്ടുപോയി, എഡിറ്റ് ചെയ്ത് വന്നപ്പം വിട്ടുപോയി കേട്ടോ. അപ്പോൾ അത് കാണുന്നില്ല. അത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ ബീഫും കൂടെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഞാനെല്ലാം കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല നാടൻ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. അപ്പോൾ ഇനി പുതിയ ഒരു വീഡിയോയും മറ്റ് പുത്തൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. വീഡിയോ മുഴുവനായിട്ടും കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.